ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന രീതിയിലുള്ള ഒരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പി കാണാം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നെല്ലിക്കയുടെ സീസണാണ്. നമുക്ക് ധാരാളമായിട്ട് ഇപ്പം നെല്ലിക്ക കിട്ടുന്ന ഒരു സമയമാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അച്ചാറാണിത്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഇവിടെ 1 കിലോ നെല്ലിക്ക എടുത്ത് നല്ലതുപോലെ കഴുകി തുടച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഈ നെല്ലിക്ക നമുക്ക് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഇടാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ചെറിയ തീയിലിട്ട് ഒരു 15 മിനിറ്റോളം വേവിച്ചെടുക്കുക. 15 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് യെല്ലോ കളറിലോട്ടും വരും. ഒരു നെല്ലിക്ക എടുത്ത് ഒന്ന് നെക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇനി ഇത് സൈഡിൽ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അച്ചാർ ഇടാനായിട്ടുള്ള സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ഈ പാനിലോട്ട് 3/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ ഒന്ന് ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യാം. എണ്ണ ഇപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം, ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ ചെറിയ തീയിലിട്ടൊന്ന് ചൂടാക്കുക. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ സാധാരണ അച്ചാറുകളിൽ ചേർത്ത് കൊടുക്കുന്നതായിട്ട് കാണാത്ത ഒരു ഇൻഗ്രീഡിയൻ്റാണ്. അതായത് സവാള ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് ചില്ലി ചിക്കനൊക്കെ നമ്മൾ സവാള ചേർക്കുമ്പോൾ കട്ട് ചെയ്യുന്ന ആ ക്യൂബിനെക്കാളും കുറച്ചും കൂടി ചെറിയ ക്യൂബുകളായിട്ടാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. 1/4 കപ്പ് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും 1/4 കപ്പ് വെളുത്തുള്ളി ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 4-5 മിനിറ്റോളം വഴറ്റിയെടുക്കേണ്ടി വരും. സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാൻ. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കടുക് പരിപ്പാണ്. കടുക് പരിപ്പായിട്ട് വാങ്ങാൻ കിട്ടും. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ. കടുക് പരിപ്പ് ചേർത്ത് 1 മിനിറ്റോളം ഒന്ന് ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. 1/2 കപ്പ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അതായത് പിരിയം മുളക് പൊടി. എപ്പോഴും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചെറിയ തീയിലിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. ഏകദേശം 1 മിനിറ്റോളം ഇളക്കി കൊടുത്ത് വഴറ്റി ഈ മുളക് പൊടിയൊക്കെ നല്ലപോലെ മൂത്ത് ഡാർക്ക് കളറായി വരുന്ന സമയം വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ മുളക് പൊടിയും ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ആ വിനാഗിരിയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ആയിട്ട് നെല്ലിക്ക നല്ലപോലെ മിക്സ് ചെയ്ത് വരണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടീസ്പൂൺ കായമാണ്. കായത്തിൻ്റെ പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചില കായത്തിന് ടേസ്റ്റ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂട്ടി ചേർത്ത് കൊടുക്കാം. അത് അച്ചാർ ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾക്ക് ആ കായത്തിൻ്റെ ഒരു ഫ്ലേവർ നോക്കിയിട്ട് നിങ്ങൾ പാകത്തിന് ചേർത്ത് കൊടുത്തോളുക. നമുക്ക് 1 കപ്പ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ 1 കപ്പ് വിനാഗിരിയിലാണ് ഇത് വേവിച്ചെടുത്തത്. ഇപ്പം 1 കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 2 കപ്പ് വിനാഗിരിയാണ് ഈ അച്ചാറിന് വേണ്ടി നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഉപ്പ് അല്പം കുറവ് പോലെ തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ അച്ചാറിൻ്റെ കൂട്ടൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നല്ലൊരു ഭരണിയിലോട്ടാക്കി അടച്ച് 1 മാസമെങ്കിലും വെച്ചിട്ട് എടുക്കുക. അങ്ങനെ 1 മാസമൊക്കെ വെച്ചിട്ട് എടുത്താലേ ഉള്ളൂ ഈ നെല്ലിക്കയിലോട്ട് ഈ അച്ചാറിൻ്റെ കൂട്ടൊക്കെ നല്ലതുപോലെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. കുറേ ആളുകൾ ഞാനിടുന്ന അച്ചാറുകളുടെ റെസിപ്പീസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പതുക്കെ ഓരോന്നും അപ്ലോഡ് ചെയ്യാം. ഈ അച്ചാറിൻ്റെ റെസിപ്പി എൻ്റെ കസിൻ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അപ്പോൾ ഈ അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ചെയ്യുക.
സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.